അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കുള്ള വിഷയം ഒരുക്കം ഉള്ളവരായി കാത്തിരിക്കുക. വായനയ്ക്കുള്ള ഭാഗം എസ്തേർ 2-ാം അധ്യായം. എസ്തേർ 2-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എസ്തേർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല, അത് അറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എസ്തേർ ഒരു ദുർബലാവസ്ഥയിലായിരുന്നു. ഫലത്തിൽ രാജാവിലേക്ക് യാതൊരു അവകാശവും പ്രവേശനവും ഇല്ലാത്തതിനാൽ അവളുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. വിശ്വസ്തതയും സമഗ്രതയും നിറഞ്ഞ ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ പ്രീതിയും സ്വീകാര്യതയും തെളിയിക്കപ്പെട്ടാൽ അതിന് ഒരു സമയമുണ്ടാകും. തടഞ്ഞു നിർത്താൻ ഒരു സമയമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് കാണിക്കേണ്ട ഒരു സമയം. നാം ദൈവജനമാണെന്ന് പറയുന്നതിന് മുമ്പ് ദൈവജനമെന്ന നിലയിൽ നമ്മുടെ വിശ്വാസ്യത തെളിയിക്കേണ്ട സമയം. അപ്പോഴാണ് എസ്തേറിനെ പോലെ നാം ഗൗരവമായി കാണേണ്ടത്. നമ്മുടെ വിശ്വാസം പ്രസ്താവിക്കുന്നതിൽ ധൈര്യമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം സ്വയമായി ശബ്ദിക്കുന്നതിന് മുമ്പ് നാം പലപ്പോഴും തന്ത്രം പ്രയോഗിക്കേണ്ടതുണ്ട്. നാം മിണ്ടാതെയിരിക്കുമ്പോൾ കേൾക്കാനുള്ള അവകാശവും നേടാനുള്ള അവസരവുമുണ്ട്. അധികാരമുള്ളവരുമായി ഇടപെടുമ്പോൾ ഇത് പ്രത്യേകിച്ചും സത്യമാണ്. നാം ധൈര്യത്തോടെ തിരക്കിട്ട് ദൈവത്തിലുള്ള വിശ്വാസവും നാം വിശ്വസിക്കുന്ന കാര്യങ്ങളും പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കാനുള്ള അവസരം നാം ഇല്ലാതാക്കിയേക്കാം. നല്ല സമയം സാവധാനം പോയി ശരിയായ സമയം എപ്പോഴാണെന്ന് അറിയാൻ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുക. ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക. നമുക്ക് ജ്ഞാനം തരാൻ, ബുദ്ധി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അതിനിടയിൽ നമ്മുടെ പെരുമാറ്റം നമ്മുടെ വാക്കുകളേക്കാൾ സംസാരിക്കുന്ന സാക്ഷിയാകാം. ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കിടയിൽ നമ്മുടെ വിശ്വാസം പങ്കിടുന്നത് ഒരു വെല്ലുവിളിയാകും. എപ്പോഴാണ് സംസാരിക്കേണ്ടത്? എന്തു പറയാൻ? വിശ്വാസ പ്രശ്നങ്ങളെ പറ്റിയുള്ള സംഭാഷണങ്ങൾ എങ്ങനെ ആരംഭിക്കാം എന്നത് പലപ്പോഴും ആശങ്കകളെ ഉയർത്തുന്നു. കാത്തിരിക്കുക, ശരിയായ സമയം തിരഞ്ഞെടുക്കുക, നിശബ്ദമായി ആത്മാവിനോട് ചോദിക്കുക. ദൈവം തിരക്കിലല്ല, ഒരിക്കലും തിരക്കിലല്ല. അതിനാൽ എപ്പോൾ, എന്ത്, എങ്ങനെ എന്ന് അവൻ നമുക്ക് കാണിച്ചു തരുമെന്ന് അറിയുന്നതിലൂടെ നമുക്ക് അനായാസമായിരിക്കാൻ കഴിയും. എസ്തേറിനെ പോലെ ദൈവാത്മാവ് നൽകിയ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയും സ്വാധീനവും ഉണ്ടാക്കാം. എപ്പോൾ സംസാരിക്കണമെന്ന് അവിടുന്ന് കാണിച്ചു തരുന്നത് വരെ നാം കാത്തിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കാത്തിരിപ്പ് വൃഥാവാകത്തില്ല, ഒരിക്കലും വൃഥാവാകില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാൻ, ആത്മനൈർമല്യം നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ